അത് പറയുന്നുണ്ട് ഇത് ഫോഴ്സ്ഫുള്ളി എടുക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ലിറ്ററലി അത് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കടം കൊടുത്ത ആളുടെ അടുത്ത് വീണ്ടും പൈസ ആവശ്യപ്പെടുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലോജിക്കൽ ഞാൻ കാണിച്ചത് ഓക്കെ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് വീഡിയോയിലുണ്ട്. അതെ. ഈ ഞാനിപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ഒന്ന് താഴത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ കടം മേടിക്കുന്നതല്ല. ഇപ്പൊ റോബിൻ പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് മനുഷ്യരാണ്. 2024 എനിക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അപ്പോഴാണ് ഞാൻ കടം മേടിക്കുന്നത്. ആ പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ നേരത്ത് അവർ പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ഇടരുത്, എൻ്റെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ആരുടെ ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് ഇടുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് പറയുന്നത് അതാ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, എൻ്റെ നിന്ന് മേടിച്ചാൽ അത് എനിക്കല്ലേ തരേണ്ടത്, അവർക്കല്ലല്ലോ കൊടുക്കേണ്ടത്. ആ രീതിയിലേക്ക് ഇത് വളച്ചൊടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിലെന്താ നമുക്ക് പറയാനുള്ളത്? ഈ അബിലിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചതിന് ശേഷം വീണ്ടും പൈസ ആവശ്യപ്പെട്ടപ്പോൾ അബിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണ് അബിൽ ആ പൈസ മേടിച്ച് തിരിച്ചയച്ചു കൊടുത്തത്. നമ്മളെല്ലാവരും ITI RTI ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ കൊടുക്കാത്തൊരു പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ മേടിച്ച ആളുടെ അക്കൗണ്ടിലോട്ട് തന്നെ കൊടുക്കാനാണ് അബിൽ പലതും പറയുന്നത്. അതാ റോബിനാണ് ഇതൊക്കെ വളച്ചൊടിക്കുന്നത്, അല്ലാതെ ഇതിനകത്ത് വേറെ ആരുമല്ല വളച്ചൊടിക്കുന്നത്. അബിലിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിന് ശേഷം വീണ്ടും പൈസ ആവശ്യപ്പെട്ടപ്പോൾ അബിലിൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്ത പൈസയാണ് അബിൽ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നത്, അബിലിൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ എന്താ അറിയാമോ? ഇപ്പൊ രണ്ട് സൈഡിലും വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ വാദവും ഒരു സൈഡിൽ മാനിപ്പുലേഷനും. ഓക്കെ, എന്നാൽ അങ്ങനെ വിചാരിക്കാം. പക്ഷേ എന്താ വെച്ചാൽ കാണുന്നവർക്കേ ഇപ്പം നമുക്ക് ഇവർ രണ്ട് സൈഡിലും പേഴ്സണലി അറിയില്ല. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രശ്നത്തിൽ മെയിൻ പറയുന്നത് പൈസ മേടിച്ചിട്ട് തരുന്നില്ല, കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു സൈഡ് പല പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറ സൈഡ് പറഞ്ഞ് ഞാൻ കൊടുത്തു, ഇപ്പം എന്നെ ആവശ്യമില്ലാതെ സമൂഹത്തിന് മുമ്പിൽ അധികം പൈസ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ച് കൂടുതൽ പൈസയ്ക്ക് വേണ്ടി എന്നെ ബ്ലെയിം ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക രണ്ട് സൈഡുമായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ലോഡ് വീഡിയോസ് ഇപ്പുറത്തുണ്ട്. ഞാൻ പൈസ ഇന്ന ഡേറ്റിൽ മേടിച്ചു, ഇന്ന സമയത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ ഡേറ്റിൽ വീഡിയോസ് ഇപ്പുറത്തുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇവൻ പറഞ്ഞ് ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേതാ വിശ്വസിക്കേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലായി. ഒരു സൈഡ് സത്യം ഉണ്ടെങ്കിൽ ഒരു സൈഡ് താവൂലേ. ഇത് ഒരാൾക്ക് പേടിയില്ലാതെ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പം എങ്ങോട്ടേത് പോണേന്നൊരു ഇത് ഫൈനലി എന്തായിരിക്കും എൻ്റെ അവസ്ഥ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് റോബിൻ എന്നെയാണ് രണ്ട് 3-4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, മോനെ ഇങ്ങോട്ട് വരണം, എനിക്കൊരു പ്രസ് മീറ്റ് നടത്തണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ നടത്തിയിട്ടൊക്കെ പരിചയമുണ്ടല്ലോ, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിയോടെ വിളി. അപ്പോൾ വിളി കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ വിളിച്ചു എന്ന് പറയുന്നതിന് തെളിവുണ്ടോ? ഉണ്ട്, നമ്മളെ ഫോണിലുണ്ട്, കാണിക്കാം, ഇപ്പോൾ കാണിക്കാം. ബ്രോ ഇത് ജൂലൈ 20 മുതലുള്ള ചാറ്റ് ബ്രോ. ഓക്കെ, ബ്രോ റിപ്ലൈ ആയിട്ട് അങ്ങോട്ട് അധികം ഒന്നും കൊടുത്തിട്ടില്ലല്ലേ? ഇല്ല, എന്നെ വിളിയോടെ വിളിയായിരുന്നു ബ്രോ. വിളിയോടെ വിളി കാരണം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഏത് വീഡിയോ? പ്ലേ ചെയ്തോ. ഇന്ന് ഡിസംബർ 30, 2025 ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് ഇത് നമ്മൾ പ്രസ് മീറ്റിലൊക്കെ അത്രയും വിളിച്ച് ബുട്ടീക്കിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്ന് ആണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഞാനപ്പോൾ 12 മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ 12 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയ സമയത്ത് ഭാരതിയുടെ ഓഫീസിൻ്റെ സൈഡിലുള്ളൊരു ഓഫീസ് സ്പേസ് ഉണ്ട്, ഇവരുടെ തന്നെ മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അവിടെ പോയിരുന്നു. റോബിൻ അപ്പുറം ഇരിക്കുന്നു, ഞാൻ എപ്പോഴും ഇരിക്കുന്നു. റോബിൻ എൻ്റെ അടുത്ത് ഭയങ്കര സങ്കടപരമായിട്ടുള്ള ഒരു കഥ പറയുന്നു. റോബിൻ്റെ അടുത്ത് ആദ്യത്തെ കഥ പറഞ്ഞാൽ അതിനകത്ത് 35 ലക്ഷം ഒരാളുടെ അടുത്ത് കടം വാങ്ങിച്ചു. ആ 35 ലക്ഷം ഞാൻ തിരിച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ ചെക്കും എൻ്റെ പേപ്പറും എൻ്റെ കുറച്ച് വീഡിയോസും അവരുടെ കയ്യിൽ ഇരിക്കുകയാണ് ഇപ്പോഴും. അതവർ തിരിച്ചു തരുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന വേദലക്ഷ്മിയായിട്ട് ഇതിന് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഞാനും വേദലക്ഷ്മി അത്ര ചർച്ചയിലല്ല. വേദലക്ഷ്മിയുടെ ബിഗ് ബോസിൻ്റെ കുറച്ച് അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് പ്രസ്താവനകൾ അടുത്തത് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് പുള്ളിക്കാരിയുടെ എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഒരു കാര്യത്തിനകത്ത് പുള്ളിക്കാരിയും കൂടെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കും ഓക്കെ ഐ ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു തോന്നൽ വന്നത് കാരണം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം, പ്രൂഫുകളെല്ലാം അയക്കാൻ വേണ്ടി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷവും എനിക്ക് ഈ പുള്ളി പറഞ്ഞ ക്ലെയിമിനകത്ത് എന്തോ ഒരു ചർച്ച. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളുടെ ഹോം ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കൂ. കംപ്ലയിൻറ്റ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതായത് ഈ പറയുന്ന ഇത്രയും തുക ഇന്ന അക്കൗണ്ടിൽ നിന്ന് ഇത്രയും തുക വന്നിട്ടുണ്ട്, ഇത്രയും തുക ഞാൻ തിരിച്ചടച്ചിട്ടുണ്ട്, ആ അടച്ചതിൻ്റെ ഫുൾ പ്രൂഫുകൾ വെച്ചിട്ട് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പറയുക എൻ്റെ ചെക്കുകളും സാധനങ്ങളും വീഡിയോയും ഇന്ന ആളുടെ കൈവശമാണ് എന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആ കംപ്ലയിൻറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും. അത് നിങ്ങൾ തിരിച്ചയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്ന മെസ്സേജാണ് ഓൺ ദ വേ ടു വർക്കല, ഇന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാം ആൻഡ് വിൽ സെൻഡ് യു ദ സ്ക്രീൻഷോട്ട്സ് ആൻഡ് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പോയ ആൾ കുറച്ച് ദിവസം കഴിയാൻ നേരത്ത് ഇയാളുടെ വക്കീൽ എന്നെ വിളിച്ചു. ഇയാളെ വക്കീൽ എന്നെ വിളിച്ചിട്ട് വക്കീൽ എന്നോട് ചോദിച്ചു, റോബിൻ ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഗുണമൊന്നുമില്ല, ഞങ്ങൾ ചെയ്യുന്ന കോണ്ടന്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കോണ്ടന്റിൻ്റെ ഒരു ബാക്കപ്പാണ്. ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസുകാർ കംപ്ലയിൻറ്റ് സ്വീകരിക്കും, അക്നോളജ്മെൻറ്റ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യുന്നതിനകത്ത് എനിക്കൊരു പ്രൂഫ് ബാക്കപ്പ് ഉണ്ട്. ഇയാൾ ഇത് ചെയ്യുന്നില്ല എന്നിരിക്കുന്ന സമയത്താണ് ഇയാളോട് ഞാൻ ചോദിച്ചു, മറ്റേ സൈഡും കൂടെ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞാൽ അബിൽ ബ്രോൻ്റെ നമ്പർ എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അബിൽ ബ്രോൻ്റെ നമ്പർ അയച്ചു തന്നു. അബിൽ ബ്രോയുമായിട്ട് ഞാൻ സംസാരിച്ചു. അതിനുശേഷം അബിൽ ബ്രോയിൽ ഞങ്ങൾ പനമ്പള്ളിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ കാണിച്ചിരുന്നത് ഇത്ര ഡേറ്റ് വരെയുള്ളൊരു ചാറ്റായിരുന്നു. അതിൻ്റെ താഴോട്ട് ചാറ്റുകളൊന്നും ഇല്ല റോബിൻ്റെ ഫോണിൽ.
അബിൽ ബ്രോന്റെ ഫോണിൽ അതിന്റെ താഴോട്ടാണ് കഥകൾ തുടങ്ങുന്നത്. ഓ മനസ്സിലായി. അപ്പോൾ റോബിൻ പറയുന്ന കഥയ്ക്കകത്ത് ഇന്ന സമയത്ത് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ താഴോട്ട് ഫുള്ളും പിന്നെയും റോബിൻ ഇങ്ങനെ പൈസ വയ്ക്കുക. ഇപ്പോൾ നമ്മളടുത്ത് റോബിൻ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത്, അതായത് ലക്ഷ്മി എടുത്ത വീഡിയോ എന്ന് പറയുന്നതിന്റെ വീഡിയോയ്ക്ക് ആണ് പറയുന്ന ഡിസംബറിൽ 1 വീഡിയോ എടുത്തു എന്ന് പറയുന്നത്. അതിനുശേഷം മാർച്ചിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, മെയ്യിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, ഏപ്രിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേത് ഭീഷണിപ്പെടുത്തി എടുത്തു എന്ന് പറയാം. ബാക്കിയുള്ളതും ഭീഷണിപ്പെടുത്തി എടുത്തു. ആ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. അപ്പോൾ എന്താ ക്ലെയിം പറയാനുള്ളത്? ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. റോബിൻ തന്നെ ആ പ്രസ് മീറ്റ് തുടങ്ങിയത് തന്നെ എന്നെ ഡിഫമേറ്ററി ആക്കിയിട്ടും അബിലിനെ ഡിഫമേറ്ററി ആക്കിയിട്ടും ലക്ഷ്മിനെ ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണ്. മലയാളിയുടെ ഇടയിൽ അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പുറകിലേ പോകത്തുള്ളൂ. ഇപ്പോഴും ആ പോയിന്റിന്റെ പുറകിൽ ആൾക്കാർ പോയില്ല. ഓക്കെ, റോബിൻ അത് ബിഗ് ബോസ് നിന്ന് പഠിച്ച ശീലമാണത്. അതാണ് റോബിൻ റിയൽ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ലാസ്റ്റ് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് റോബിൻ ഈ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ 3 പേർക്കെതിരെ, എന്തുകൊണ്ട് വിളിക്കുമ്പോൾ ഇവർ 3 പേര് അവിടെ വരുന്നില്ല? ഞാനാണ് പൈസ കൊടുക്കാനുള്ളതെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഇവർ ക്ലിയർ ആക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് അവർ വരുന്നില്ല എന്നുള്ളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പോലീസുകാർ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ള വ്യക്തിയാണ്. പക്ഷേ റോബിൻ്റെ നേതൃത്വത്തിൽ യാതൊരു പോലീസുകാരും വിളിച്ചിട്ടില്ല. പിന്നെ ആർക്കും പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും, എന്തും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ സത്യം അവർ തന്നെ മനസ്സിലാക്കണം. പിന്നെ വേറെ കാര്യം, എത്ര ഫൈനാൻഷ്യൽ കേസ് പോലീസുകാർ കേസെടുത്തതായിട്ട് അറിയാൻ ബ്രോയ്ക്ക്. കാരണം ഫൈനാൻഷ്യൽ കേസുകൾ പോലീസുകാർ കേസെടുക്കില്ല. അത് സിവിൽ ഡിസ്പ്യൂട്ടാണ്, കോടതി പോകും, കോടതിയിൽ നിന്ന് പോയിട്ട് എത്രയെങ്കിലും നാൾ കഴിഞ്ഞിട്ട് ഇതിനൊരു വിധി ഉണ്ടാവും, പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും റോബിൻ. എന്നല്ലാതെ ഈ പൈസ കൊടുത്ത ആൾക്കാർ 5-6 വർഷം നിയമത്തിൻ്റെ മേളിൽ നടക്കണം എന്ന് പറയുന്നത് ലോജിക്കലല്ലല്ലോ. കാരണം ഈ പറയുന്ന ഫണ്ടുകളെല്ലാം 1 ആഴ്ച 2 ആഴ്ച 10 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളുമാണ്. ഓക്കെ, ഇപ്പം ശരിക്കും അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് പറയുന്നത് റോബിൻ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ പറയുക, സത്യാവസ്ഥ ഇല്ലാത്തതാണ്, നുണകളാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ക്ലെയിമുകളെല്ലാം ഇപ്പോൾ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുത്തു എന്ന് പറയുന്ന ഒരു ക്ലെയിമുണ്ട്. ആ ക്ലെയിമിന് ശേഷം എത്ര വീഡിയോ പുള്ളി വേറെ അയച്ചു, പുള്ളി അതിനുശേഷം എത്ര പൈസ വീണ്ടും ചോദിച്ചു. ഈ കേരളത്തിൽ എവിടെയെങ്കിലും പൈസ ചോദിക്കുന്നതിന് വീഡിയോ എടുക്കുന്ന ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, അത് തന്നെ എല്ലാവരുടെയും കൺഫ്യൂഷൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽ ബ്രോ. ഇന്ന് മെയ് 18 അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കീമോതെറാപ്പി. ഇത് ഡിസംബറിലാണ് മറ്റേ വീഡിയോ എടുത്തത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽ ബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ട് സംസാരിച്ചിരുന്നു. അപ്പം അതെ, 20 പറഞ്ഞിരുന്നു. അപ്പോൾ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു അന്നത്തെ ദിവസം നടന്നത്. ഇത് അന്നത്തെ ദിവസം വേറൊരു വീഡിയോ കൂടെ നടന്നു. തെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് 200 mg 5 ലക്ഷം രൂപ ആവുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഷോർട്ടേജ് ആണ്. എനിക്ക് 1 രൂപ വേണം. അപ്പം തോന്നിയാണെങ്കിൽ മാത്രം എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനത് ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ് ഭീഷണിപ്പെടുത്തി വീഡിയോ എടുത്തു എന്ന് അന്ന് ക്ലെയിം ചെയ്തത്. അതിന് പറഞ്ഞതിന് ശേഷം വീണ്ടും 3-4 മാസത്തിന് ശേഷം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ പൈസ ഇപ്പം എത്ര ശതമാനം തിരിച്ചടച്ചിട്ടുണ്ടാവും? ഇനി 40 ലക്ഷത്തിന് മുകളിൽ എന്തോ കൊടുക്കാനുണ്ട്. ഈ ചോദിക്കുമ്പോൾ അപ്പോൾ ഈ ബ്രോ എന്തിനാ ഇങ്ങനെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്? ഇത് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഈ സുഹൃത്തുക്കളായിരുന്ന സമയത്ത് ഇയാൾ എന്താ പറയുക, ഇയാൾ പറഞ്ഞ ഇയാളെ വിശ്വസിച്ച് ഇയാൾ ഭയങ്കര ഒരു മാനിപ്പുലേറ്റർ ആണ്. ഇയാൾ ഓരോ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാളെ ബിഗ് ബോസിൽ നിന്ന് വീണ്ടും വിളിച്ചു എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞു. ഇയാൾക്ക് ഈ തമിഴിലെ ലോകേഷ് കനകരാജുമായിട്ട് സിനിമ വരുന്നെന്ന് പറഞ്ഞ ഇയാൾ ലൂസിഫറിലേക്ക് ഇയാൾ ഒരു പാർട്ടുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരോ ക്ലെയിം പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ച് ഇന്നൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും, അപ്പോൾ അത് മേടിച്ചിട്ട് തരാം എന്നുള്ളൊരു വിശ്വാസത്തിന് മേൽ ഇങ്ങനെ കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരാളെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനകത്തൊന്നും മാറി നിന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കുമ്പോഴാണ് ഇവിടെ പാനിക്കായി തുടങ്ങുന്നത്. ഈ ഷാലു പെയ്യാടിന് ഒരു സംഭവം ഉണ്ടായി ഇവരുടെ ഭാഗത്തുനിന്ന്. റോബിനും വൈഫും ഒക്കെ കൂടെ ഇയാളുടെ പേരിൽ ഒരു ഫേക്ക് റേപ്പ് കേസ് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ഷാലു പെയ്യാടിന്റെ എതിരെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു റോബിന്റെ. ഷാലു പെയ്യാട് ആ പരിപാടി നിർത്തി. അതിനുശേഷം ഷാലു പെയ്യാട് വന്ന് മാപ്പ് പറയേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ, റോബിനെതിരെ വീഡിയോ ചെയ്തു എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഷാലു പെയ്യാടിന് പൈസ കൊടുക്കാനുണ്ട്, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ പൈസ കടം മേടിക്കുന്നതോ തിരിച്ചു കൊടുക്കാതെ ഡിലേ ആവുന്നതോ സ്വാഭാവികമാണ്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളായിരുന്നു. എനിക്കും പണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ പൈസ മേടിച്ചു കൊടുത്ത ആളെ കള്ളക്കേസ് കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തേജോവധം ചെയ്യുമെന്ന് പറയുക. ഇയാൾ ദുബായിൽ നിന്ന് മേടിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞാണ് എൻ്റെ കണക്ഷൻ ആരാന്നറിയാം, എൻ്റെ ആഭ്യന്തരമന്ത്രിയും ചീഫ് മിനിസ്റ്ററൊക്കെ എൻ്റെ അടുത്ത ആൾക്കാരാണ്, നിന്നെ കാണിച്ചു തരാം, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഭീഷണിയിലും ഈ പറയുന്ന പോലെ സോഷ്യൽ കൊട്ടേഷൻ കൊടുക്കുക, PR ടീമിന് പൈസ കൊടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ തെറി വിളിപ്പിക്കുക, ആൾക്കാരെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, ഫിസിക്കലി ടോർച്ചർ ചെയ്യുക, ഇമോഷണലി ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ടേക്ക് എത്തുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതികരണത്തിൻ്റെ
ആവശ്യം വേണ്ടി വരുന്നത്. ഓക്കെ, ഒറ്റ ഡൗട്ട് ഇവിടെ, എവിടം തൊട്ടാണ് ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തി നിങ്ങൾ പറയപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒരു പ്രതികരണ സ്വഭാവത്തോടെ തിരിഞ്ഞതെപ്പോഴാണ്? തുടക്കകാലം മുതൽ, അതായത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണ പരമ്പരയിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്, ഇയാൾ അവസാനം ബിഗ് ബോസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജി ഹോസ്പിറ്റലിലാണ്. ജി ഹോസ്പിറ്റലിൽ ഇയാളെ കുറിച്ചൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം, പക്ഷേ ആ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇടണം കേട്ടോ. ഓക്കെ, എക്സ്ക്ലൂസീവ് കേട്ടോ. ഓക്കെ. ഇയാളത് റീൽസും വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയമായിരുന്നു. ടിക്ടോക്ക് പോലെ എന്തൊക്കെ സാധനങ്ങൾ അങ്ങനെയാണല്ലോ ഇയാൾ കയറുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അന്ന് ഈ സിസ്റ്റേഴ്സിനായിട്ട് നിൽക്കുന്ന സിസ്റ്റേഴ്സിനെല്ലാം ഭയങ്കര പണിയാണ്. കാരണം എമർജൻസിയിലും ആ ഏരിയയിലെല്ലാം ഇയാൾ സ്റ്റിക്ക് കൊണ്ടുവരുന്ന സിസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റിന് ഒരു സമാധാനം കിട്ടില്ല. എന്നിട്ട് അങ്ങനെ ചെയ്തുതരാം ഇങ്ങനെ ചെയ്തുതരാന്നൊക്കെ പറയും. എന്നിട്ട് ഓണറോട് പറഞ്ഞേക്കാം ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ കുറെ ശല്യാളെ കൊണ്ടുണ്ടായിരുന്നു. ഈ പെണ്ണിനെ കയറി പിടിച്ചു ചേട്ടാ. പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെൺപിള്ളേർക്കും പ്രേമം തോന്നും എന്നുള്ളതാണ്. അല്ലാണ്ട് ആ പെൺപിള്ളേർക്ക് ഞാൻ ഇയാളിനെ ഏതൊക്കെ പെൺപിള്ളേരെ പറ്റി പറഞ്ഞാലും ആ പെൺപിള്ളേർ ആരും മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാം ഇയാളൊരു മോശം. കാരണം ഇയാളുടെ കോൺസെപ്റ്റ് എല്ലാവരും ഇയാളോട് എക്സിസ്റ്റ് ആകുന്ന ഇതൊരു ചിന്താഗതിയാണ്. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആ പെൺകുട്ടിക്ക് ജി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിൽ റോബിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് റോബിൻ പുറത്താക്കിയത് അവിടെ റീൽ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ് റോബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നൈറ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്ന ഒരു നഴ്സിനെ കയറി പിടിച്ചു റോബിൻ. അങ്ങനെയാണ് റോബിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് പുറത്താക്കിയത്. ഇതിന് തെളിവുകളുണ്ട് വ്യക്തമായിട്ട്. ഇതൊരു ഇപ്പോൾ ഇത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് ശേഷം ബ്രദറിന് നേരെ ഒരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ തെളിവുണ്ടോ? ജി ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എതിര് പറയത്തില്ലല്ലോ, അവിടെ വർക്ക് ചെയ്ത ആൾക്കാർ എതിര് പറയത്തില്ലല്ലോ. ഇതെന്തുകൊണ്ട് എന്നിട്ട് പുറത്തധികം സ്പ്രെഡായില്ല? ഇല്ല, ആയിരിക്കാം. അന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്ലെയിം ഹെവി PR ആണ് റോബിൻ്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ റോബിനെതിരെ ആരും അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നത് കാരണം റോബിന് തൊട്ടവർ മരുന്നാറ്റ കേസാണ്. പറഞ്ഞില്ല ആൾക്കാരുടെ പേരിൽ കേസ് കൊടുക്കുക. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ ക്ലെയിമിനകത്ത് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് റോബിൻ്റെ ഓഡിയോ ക്ലിപ്പുകളാണ്. അതായത് റോബിൻ BJP കുറിച്ച് ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നതും റോബിൻ BJP നേതാക്കന്മാരെ തെറി വിളിക്കുന്നതും അവരെ കുറിച്ചിട്ട് മോശം പറയുന്നതും ഒക്കെ റോബിൻ്റെ തന്നെ ഓഡിയോ ക്ലിപ്പുകളാണ്. പിന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് റോബിൻ്റെയും അബിലിൻ്റെയും ട്രാൻസാക്ഷൻസും ഡീറ്റെയിൽസുമാണ്. ഇതിൽ കൂടുതൽ ആ വീഡിയോയ്ക്കകത്ത് എന്ത് പറഞ്ഞാൽ എൻ്റെ പേര് കേസ് കൊടുക്കാൻ പറ്റുക? കേരളത്തിൽ IPCയിൽ എന്ത് നിയമവ്യവസ്ഥയാണ് ഉള്ളത്? അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഒന്നാമത്തെ കാര്യം പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വന്നില്ല എനിക്ക്. ഓക്കെ, ബട്ട് വന്നു കഴിഞ്ഞാൽ ഏത് വ്യവസ്ഥയിലാണ് കേസെടുക്കാൻ പറ്റുക? പിന്നെ റോബിന് ഡിഫമേഷൻ കൊടുക്കാൻ പറ്റും. കോടതി മുന്നിൽ ഇത്ര രൂപ കെട്ടിവെച്ച് എൻ്റെ പേരിൽ എൻ്റെ ഡിഫമേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പറ്റും. ഞാൻ റെഡിയാണ് അത് ഫേസ് ചെയ്യാൻ. കാരണം പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന സത്യമാണെങ്കിൽ എനിക്കത് എതിരെ നിൽക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ടാണ്. ഇപ്പോൾ റോബിൻ ഇങ്ങനെ ഒരു ഇഷ്യൂ നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ അബിൻ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു പൈസയുടെ കാര്യം പറഞ്ഞിട്ട്. അങ്ങനെയാകുമ്പോൾ നിയമപരമായി പോകുന്നതിന് പകരം താങ്കളെ വിളിച്ചൊരു ഹെൽപ്പ് ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും? റോബിനോ അറിയില്ല. റോബിനെ ഇത് തന്നെയാണ് റോബിനെ ഈ പൈസ റോബിൻ ഈ കടമെല്ലാം മേടിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത് BJP കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് BJP കാൻഡിഡേറ്റ് ആയിട്ടിരുന്ന സമയത്ത് കൊല്ലത്തുള്ള ഒരാളുടെ അടുത്ത് നിന്ന് വീണ്ടും പൈസ മേടിച്ചിട്ടുണ്ട് റോബിൻ കേട്ടോ. മേടിച്ചിട്ടുണ്ട്. പുള്ളീനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് പൈസ അബിലിൻ്റെ പൈസ കുറച്ച് കൊടുത്ത് തീർത്തത് അവിടെ പോയി അയാളെ പറ്റിച്ച് അയാളുടെ അടുത്ത് നിന്നാണ് പൈസ അയച്ചത്. ഇന്നലെ തന്നെ റോബിൻ ഇട്ടിരിക്കുന്ന ഒരു റോബിന് ഇത് AI കേട്ടോ. റോബിൻ അല്ല AI എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് AI എന്ന് പറയുന്ന കാര്യം ഇത് റോബിൻ തന്നെ റോബിൻ്റെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാണ്. നിങ്ങൾ ചേട്ടൻ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളല്ലേ? അതെ. അപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾ ഇവിടെ ഫ്രം പ്രവീൺ ക്ലിയർ അല്ലേ ടു അബിൽ ദേവ്. അപ്പോൾ ഗൂഗിൾ പേ അങ്ങ് തീരുമാനിച്ചു ഇത് റോബിൻ പൈസ അയക്കുകയാണ്. ഇതെങ്ങനെ ശരിയാവും? അതായത് ഫ്രം പ്രവീണും ടു അബിൽ ഇവിടെ റോബിൻ രാധാകൃഷ്ണൻ. ഇത്രയും മാനിപ്പുലേഷൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇതിൽ കൂടെ എന്താ പറയുക? അത് ഒന്നുകൂടി കാണിച്ച്. അതായത് മനസ്സിലായി. ഓക്കെ, ഇത് ഫ്രം പ്രവീൺ ടു അബിൽ ദേവ് ഇവിടെ മേലി റോബിൻ രാധാകൃഷ്ണൻ. ഇത് AI കേട്ടോ, ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല. കാരണം ഇത് റോബിൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താണ് ഞാൻ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ ഫോട്ടോസ്. ബട്ട് പറയാം, നിനക്ക് എന്താ പറയുക? എന്നിട്ട് ഇത്രയും കാണിച്ച് കൂട്ടിയിട്ട് പുള്ളി വേറെ വിഡിത്തം കൂടെ ചെയ്തു. എനിക്ക് പുള്ളിക്കാരൻ്റെ മൊത്തത്തിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കോഡ് വരും. നമ്മുടെ CRN നമ്പർ ആയിരിക്കും കോഡ്. ആ കോഡ് ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നു. അതിനകത്തുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ തമാശകളാണ്. എന്താ കാര്യം എന്താ? അല്ല, ഇതൊക്കെ എത്ര നാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിനോട്ടുള്ള ചോദ്യം വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ ട്രാൻസാക്ഷൻ ഇത് ഇത്ര നാൾക്കുള്ളിൽ 5 കോടി രൂപ വേറൊരു ബാങ്കിൽ ഇത്ര രൂപ എന്ന് വ്യക്തമായി കാണിച്ചതല്ലേ? എത്ര പ്രാവശ്യം ടാക്സ് ഫയൽ ചെയ്തു റോബിൻ? അല്ല, ഇലക്ഷന് 2 വർഷം മുമ്പ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പൊന്നും ഫയൽ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, ഇത്
അപ്പോൾ എന്തായാലും ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇല്ല, ഇത് അവസാനിക്കണമെങ്കിൽ ഇപ്പോൾ ആ സിനിമ ഏതായിരുന്നു? ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേര് ജോബി. ഈ ജോബി ചേട്ടന് പൈസ കൊടുക്കാനുണ്ട്. ജോബി ചേട്ടൻ കൊടുക്കാൻ? ജോബി ചേട്ടൻ ഇനിയും 17 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ജോബി ചേട്ടൻ എന്തുണ്ടെങ്കിലും പ്രതികരിക്കുന്ന ഒരാളല്ലേ, എന്തുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാത്തത്? ജോബി ചേട്ടൻ്റെ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഉണ്ട്. ജോബി ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയണമെന്ന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പൈസ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ട് കപിൽ ദേവിന് ഫുൾ പൈസ അതോടെ കൊടുത്ത് തീർത്തിരുന്നെങ്കിൽ ഈ വിഷയം ഇതിനിടയ്ക്ക് കൊടുത്ത് തീർത്ത പൈസയ്ക്ക് അതൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം. ഔട്ടിയാത്തൊരു വീഡിയോ ക്ലിപ്പാണ് ഇത്. റോബിൻ്റെ മുമ്പിലിരിക്കുന്നത് റോബിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഇത്രയും പൈസയുടെയൊക്കെ സോഴ്സ് റോബിൻ എങ്ങനെ കാണിക്കുക? സോഴ്സ് കാണിക്കണമല്ലോ. ഇതൊക്കെ എവിടെ നിന്നാണ് സോഴ്സ് കാണിക്കുക? ഇത്രയും വലിയ അത് റോബിൻ്റെ പൈസയാണെന്ന് എങ്ങനെ അറിയാം? അത് വീഡിയോനകത്ത് ആൾക്കാരെല്ലാം കാണിക്കുന്നുണ്ട്. അതിനകത്തുള്ള ആൾക്കാരെല്ലാം പ്രതികം കാണിക്കാൻ ഞാൻ ഇത് റോബിൻ തിരസ്കരിച്ച് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ ഞാൻ ഔട്ട് ചെയ്യാം. എനിക്ക് ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ അയച്ചുതരാം ഇത്രയും ക്ലിപ്പ്. ഓക്കെ. അതായത് ഇത് റോബിൻ്റെ വീട്ടിൽ വെച്ചേക്കുന്ന പൈസകളാണ്. പക്ഷെ നമുക്കത് കള്ളപ്പണമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അക്കൗണ്ടല്ല പൈസ അതുകൊണ്ട്. കാരണം ബാക്ക് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും അയച്ചതല്ലോ പുള്ളി തന്നെ. ഞാനൊരു വീഡിയോ ക്ലിപ്പ് അങ്ങോട്ട് കാണിക്കട്ടെ. എനിക്ക് ഇവിടെയൊക്കെയാണ് എനിക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വരുന്ന ഡൗട്ട്. ഇവർ മൂന്നുപേര് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ വന്നില്ല, മനസ്സിലായില്ലേ? സോ അത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ജെനുവിൻ ആണ്, ഈ പറഞ്ഞ അനന്തും ഈ പറഞ്ഞ ലക്ഷ്മിയും അബിൽദേവും ഇവർ മൂന്നുപേരും ഉണ്ട് കേട്ടോ. ഇവർ മൂന്നുപേരും ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് കാര്യങ്ങൾ ലീഗലി ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണത്. ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി കംപ്ലൈന്റ് കൊണ്ടുവരുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് വന്നില്ല? നിങ്ങൾ വിളിച്ചതല്ലേ 10 മണിക്ക് വരണമെന്നുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? നിങ്ങൾ ജെനുവിൻ ആണെങ്കിൽ വരത്തില്ല. ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ പുള്ളിക്ക് സമയമില്ല, വരാനായിട്ട് സമയമില്ല, ഞാൻ ഇതിനൊന്ന് ഫേസ് ചെയ്യാം. പക്ഷേ ഇന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എന്റെ വക ചായയും പരിപ്പോടെയും ഉണ്ടാവും ആഫ്റ്റർ പ്രസ് മീറ്റ്, ഡോണ്ട് ലീവ് ആൻഡ് ലീവ് എന്ന് പറഞ്ഞിട്ട് പ്രസ് മീറ്റ് ഹാപ്പനിങ് അറ്റ് 4 PM എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിരിക്കുന്നത്. റോബിന്റെ കൂടെ ആ പ്രസ് മീറ്റ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പ്രസ് മീറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാനിരിക്കുന്ന മീഡിയ ആൾക്കാരെ പോലും സംസാരിക്കാൻ അനുവദിക്കാറില്ല. ഇന്ററാക്ട് ചെയ്യും. സോ നമ്മളുടെ കാര്യങ്ങളും വെളിയിൽ നമുക്ക് സംസാരിക്കണം. ആ ഒരു സംസാരിക്കാനുള്ള ഒരു സ്പേസ് മാത്രമായിരുന്നു നമ്മൾ നടത്തുന്ന പ്രസ് മീറ്റ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് പുള്ളിക്കാരൻ്റെ ബിഗ് ബോസ് കളി നടക്കില്ല. അതുകൊണ്ടാണ് അവൻ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വരാൻ പറ്റാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ പ്രസ് മീറ്റ് നടത്തിയത്. അല്ലാതെ ഇവനെ ഭയം ഉണ്ടായതുകൊണ്ടോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് കാട്ടായം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് കൊടുക്കാൻ താല്പര്യമില്ല. ആ ഒരൊറ്റ കോൺസെപ്റ്റ് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഫുള്ള് റെഡി ആയിരുന്നു. പക്ഷേ ഇവൻ വരുന്നുണ്ട് നമ്മൾ നേരത്തെ അറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്ഥലം മാറ്റിയത്. പ്രസ് മീറ്റിലേക്ക് വരുന്നു പറഞ്ഞു. അങ്ങനെ വന്നാൽ തന്നെ എന്താ പ്രശ്നം? നമുക്ക് നേരിട്ട് അവന്റെ പ്രസ് മീറ്റിൽ പോയി നമ്മൾ അലമ്പാക്കിയില്ല. അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു, നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയട്ടെ. നമ്മൾ പറഞ്ഞ പ്രൂഫിന് അവൻ എതിരെ കാണിക്കട്ടെ. ഇവൻ പറഞ്ഞ ക്ലെയിമിനകത്ത് ആദ്യം തന്നെ അവൻ പറയുന്നത് ഇവന് ഭീഷണിപ്പെടുത്തി വീഡിയോ എടുത്തതാണ്. ഭീഷണിപ്പെടുത്തി വീഡിയോ ആണെങ്കിൽ വീണ്ടും അതേപോലെ ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? അപ്പോൾ ഈ പറയുന്ന 10-15 വീഡിയോ ഉള്ളതെല്ലാം ഭീഷണി എടുത്തിട്ട് അയക്കണോ? അവന്റെ വീട്ടിലിരുന്ന് അവൻ അയക്കുന്ന വീഡിയോസിന് എന്താ അവന് ക്ലെയിം പറയാനുള്ളത്? അവൻ്റെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്, ഇത്ര രൂപ കൊടുക്കാനുണ്ട്, ഇതിനകത്ത് ഇത്ര രൂപ എനിക്ക് കൂടെ വേണം എന്ന് പറയുന്ന വീഡിയോക്കകത്ത് എന്ത് ക്ലെയിം അവനും പറയാനുള്ളത്? ഓക്കെ. ഇപ്പോൾ ഈ പ്രസ് മീറ്റിൽ റോബിൻ വരുന്നു അറിഞ്ഞിട്ട് നമ്മൾ ഇവന് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് മാറി എന്ന് പറഞ്ഞില്ലേ, അതെവിടെയായിരുന്നു? ഇവിടെ നമ്മുടെ കറുകപ്പള്ളിയിൽ. എന്താണ് റോബിൻ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം? നമ്മൾ ഓൾറെഡി പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് നടത്തിയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നായിരുന്നെങ്കിൽ അറസ്റ്റ് ആയിരുന്നേ. വരണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. വന്നില്ല. നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ എല്ലാം ഔട്ട് ചെയ്തു. നമ്മൾ എന്താ പറയുക, പ്രസ് മീറ്റ് നടക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് ഞാനും എല്ലാവരും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഓൺലൈൻ മീഡിയാസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റോബിനും അറിയായിരുന്നു. റോബിൻ വന്നില്ല. റോബിന് വരണമെങ്കിൽ അവിടെ വരാമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഒരു ഉത്തരം കിട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രദർ പറയുമ്പോൾ വ്യക്തമായ തെളിവുകൾ വെച്ചിട്ട് കാണിക്കുന്നു. റോബിനെ കൊണ്ടാവുന്ന രീതിയിൽ റോബിനും പറയുന്നുണ്ട്. റോബിൻ കാണിച്ച് ഇപ്പൊ പ്രിന്റ് എടുത്തോണ്ട് വന്നതിനകത്തുള്ള ഒരു സാധനമാണ് ഈ കാണിച്ചത്. അതായത് ഈ പ്രവീൺ എന്ന് പറയുന്ന ആൾ, അതാണ് ഈ കൊല്ലത്ത് വെച്ചിട്ട് ഇലക്ഷൻ സമയത്ത് ഒരാളെ പറ്റിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ പറയുന്ന വ്യക്തിയാണ് പ്രവീൺ. ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അബിൽദാസിന് പൈസ അയച്ചിരിക്കുന്നത്. അതിന്റെ മേളിൽ റോബിൻ തന്നെ എഴുതി വെച്ചിരിക്കുന്നു റോബിൻ രാധാകൃഷ്ണൻ എന്ന്. സോ ഈ പറയുന്ന ഓരോ ആൾക്കാരെയും സ്കാം ചെയ്തിട്ട് ഈ ചില MLM കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ ന്യൂ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, ഓൾഡ് ഇൻവെസ്റ്റേഴ്സിന് പൈസ കൊടുക്കുന്നു. അതേ സെയിം സാധനം. ഇനി ഞാൻ ബ്രോന്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്ന്, ഇപ്പോൾ റോബിൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നിയമപരമായിട്ട് പോകാനൊരു സാഹചര്യം ഉണ്ടായിട്ട് താങ്കൾ വിളിച്ചത് താങ്കൾ ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന? അല്ലല്ല, എന്നെ വിളിച്ചത് സെറ്റിൽമെന്റ് ചെയ്യുന്ന ആളല്ലേ. എന്നെ വിളിച്ചത് ഇയാള്, ഞാൻ ലാസ്റ്റ് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നെ ഒരാൾ അങ്ങനെ എന്തോ ഒരു സാധനം നീ പറഞ്ഞില്ലേടാ എന്ന് ചോദിച്ചു. അപ്പോൾ എക്സ്റ്റോർഷൻ ആണോ, അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളീനെ ഒരാൾ സ്കാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളൊരു ക്ലെയിമിലാണ് ഞാൻ, എൻ്റെ കൂടുതലും സ്കാംസ് ആണല്ലോ. അപ്പോൾ എന്നെ ഒരാൾ സ്കാം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ആൾ എന്നെ വിളിക്കുന്നത്. ഓക്കെ. അങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നെ സ്കാം ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ അബിലും ലക്ഷ്മിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ തെളിവുകൾ എടുത്ത് നോക്കാൻ നേരത്ത് ട്രിവാൻഡ്രത്തുള്ള വേറൊരു പ്രവീൺ, ഒരു മൊട്ടത്തിലേക്കുള്ള ഒരു പ്രവീൺ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചിട്ടുണ്ട്. ഗോപാലിന് പൈസ കൊടുക്കാനുണ്ട്. ഈ പറയുന്ന ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓണറിന് പൈസ കൊടുക്കാനുണ്ട്. ഈ പറയുന്ന കൊല്ലത്തുള്ള മറ്റൊരു പ്രവീൺ ദാസിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ കണക്കെടുക്കാൻ നേരത്ത് വലിയ പ്രശ്നമാണ്. ദുബായിലുള്ളൊരു പയ്യൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. അവനെയും വിളിച്ചിട്ട് പരത്തെറിയാണ് പയ്യനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.